ഈ കടം വരുത്തി വെക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് നമ്മളുടെ ഇൻകം, ഇത് നമ്മളുടെ എക്സ്പെൻസ്. നമുക്കൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻകം നമ്മളുടെ കൂടി, വരുമാനം കൂടി, അപ്പം നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ചെലവും കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്, ഇപ്പം ബിസിനസ്സൊക്കെ ഒന്ന് നേരെയായില്ലേ, ഇനി നമുക്ക് ഇച്ചിരൂടെ വലിയൊരു വീട്ടിലോട്ട് മാറാം, ഒരു വലിയ വണ്ടി മേടിക്കാം. കാരണം എന്താ? വരുമാനം കൂടി. നോ, വരുമാനം കൂടുമ്പോ ചെലവ് ചുരുക്കി നിൽക്കുന്നതാണ് നമ്മളുടെ മിടുക്ക്. എന്തിനാണ്? ഇതാണ് പ്രോഫിറ്റ്, ഈ ഗ്യാപ്പാണ് പ്രോഫിറ്റ്. ഇതെടുത്ത് എന്ത് ചെയ്യണം? ഗോൾഡൻ ഗൂസ്, താറാവിനെ മേടിച്ച് അതിനെ കൊണ്ട് മുട്ടയിടിയിപ്പിക്കണം. ആ മുട്ടയിൽ വേണം ജീവിക്കാൻ. അതല്ലാതെ വരുമാനം കൂടിയെന്നും പറഞ്ഞിട്ട് ചെലവ് കൂട്ടുന്നത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണെന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുതിയ ചെലവ് കൂടി ഈ വരുമാനം സ്ഥായിയായി വരുമെന്ന് ഒരു ബിസിനസ്സിലും ഉറപ്പില്ല. ചെലവ് കൂടുകയും ചെയ്തു, വരുമാനം കുറയുകയും ചെയ്താൽ വീണ്ടും കടക്കാരനായി. സോ കടം വാങ്ങുക എന്നത് മാത്രമല്ല ബിസിനസ്സിൽ ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ജോയിന്റ് വെഞ്ചറിൽ ചെയ്യാം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കാം, അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കാവുന്നേ. ഇതൊക്കെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ തലയിൽ വരണം. പക്ഷെ കടം എന്നൊരു ഓപ്ഷൻ നമ്മുടെ തലയിലേക്ക് വന്നാൽ വേറൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. കാരണം ഡെറ്റ് ഈസ് ഈസി മണി. സോ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം എന്തിനുള്ളതായിരിക്കണം? പൊന്മുട്ടയിടുന്ന താറാവിനെ മേടിക്കാനുള്ളതായിരിക്കണം, അല്ലാതെ കടം വീട്ടാനല്ല. ബാങ്കുകാരിങ്ങനെ ഇരിക്കുക നമുക്ക് പൈസ തരാൻ. അവൻ എന്തിനാ ഈ പൈസ തരുന്നേ? നമ്മളെ പണിക്ക് വിട്ടിട്ട് അവന് കാശുണ്ടാക്കാൻ. സോ നെവർ ഡിപ്പെൻഡ് ഓൺ ബാങ്ക്, യൂസ് ബാങ്ക്. ബാങ്കിനെ ആശ്രയിക്കരുത്, ബാങ്കിനെ ഉപയോഗിക്കണം. സക്സസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വാട്ട് ഈസ് സക്സസ്? നേട്ടങ്ങൾ മാത്രമല്ല സക്സസ്. നമ്മളുടെ നേട്ടങ്ങൾ മാത്രമല്ല സക്സസ്, ഒഴിവാക്കിയ നഷ്ടങ്ങളും കൂടെ ചേരുന്നതാണ് സക്സസ്. ഒന്നൂടെ നമ്മളുടെ നേട്ടങ്ങൾ മാത്രമല്ല സക്സസ്, ഒഴിവാക്കിയ നഷ്ടം. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മണ്ടത്തരങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്നും വിജയിച്ചു നിൽക്കുകയാണോ? ഇനി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, പുതിയതൊന്നും ചെയ്തില്ലേലും മണ്ടത്തരങ്ങളുടെ എണ്ണം കുറയ്ക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. എഴുതിക്കോ, ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നമ്മൾ ഉണ്ടാക്കിയ കാശ് എവിടെ ഇറക്കുന്നതിന് മുന്നേയും കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. അത് മ്യൂച്വൽ ഫണ്ടിലായാലും ബിസിനസ്സിലായാലും ഷെയർ മാർക്കറ്റിലായാലും ഗോൾഡിലായാലും ലാൻഡിലായാലും എവിടെയാണെങ്കിലും. കാരണം നമ്മളുടെ കാശിന് നമ്മൾ കൊടുക്കുന്ന അത്ര വാല്യൂ ഒരാളും കൊടുക്കില്ല. അവരൊക്കെ നോക്കുന്നത് ആ മിഡിൽ മാൻ. എൻ്റെ അക്കൗണ്ടന്റ് നോക്കിക്കോളും, എൻ്റെ CA-കാരൻ നോക്കിക്കോളും, എൻ്റെ അളിയൻ നോക്കിക്കോളും. എൻ്റെ കാശ് നോക്കുന്നത് ഞാൻ നോക്കുന്ന പോലെ വേറൊരാളും നോക്കില്ല. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരു കാര്യത്തിൽ നീ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്കത്രയേ ഉള്ളൂ ഇത്. പക്ഷെ നമ്മളുടേതാണ് പൈസ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. സോ മേക്ക് ഇറ്റ് എ പ്രോമിസ്. ഈ വർഷം തൊട്ട് ഇന്നു മുതൽ എല്ലാ മാസവും എല്ലാ ക്വാർട്ടറിലും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അസറ്റ് കോളത്തിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യും, ലയബിലിറ്റി കോളത്തിലല്ല. ബാധ്യതകളുടെ എണ്ണം കൂട്ടുകയല്ല, ഇന്നു മുതൽ അസറ്റുകളുടെ എണ്ണം കൂട്ടുമെന്ന് തീരുമാനിക്കണം. ഡെറ്റ് ഈക്വൽസ് പെയിൻ. കടമുണ്ടല്ലോ, ഇത്രയും നമുക്ക് വേദന തരുന്ന വേറൊരു സാധനമില്ല. സോ മൈ ടീം, ഡെറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ബിസിനസ് ഐഡിയ. കടം ഒരു നല്ല ബിസിനസ് ഐഡിയ അല്ല. സോ കടം വാങ്ങിച്ച് വളരാൻ ഇരുന്നാൽ നമുക്ക് നമ്മളുടെ താറാവ് കൃഷി തുടങ്ങാൻ പറ്റില്ല. വലുതിന്റെ പിന്നാലെ പോയാൽ താറാവ് കൃഷി തുടങ്ങാൻ പറ്റില്ല.